ധാരാ മനോജ, ബോധമൊക്കെ വന്നോടാ? മനോജിരിക്ക, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും കൊടുക്കല്ലേ, അകത്ത് കിടക്കുന്ന പിരിയും. പിന്നെ ഹരിതയ്ക്ക് ഛർദിൽ കോരാനേ സമയം കാണും. വല്ല പച്ചമോരോ തൈരോ അവന് കൊടുക്ക്, തലയിലെ കെട്ടിറങ്ങട്ടെ. നിനക്ക് ബോധം വന്നടാ? രാവിലെ ഇന്റർവ്യൂ ഒന്നും പറഞ്ഞ് ഇറങ്ങി പോയതാ. ആവശ്യമില്ലാത്തൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോവാനാണ് ഭാവമെങ്കിൽ. മനോജെ, ഈ വീട് എല്ലാത്തിലും ഒന്ന് ചിട്ടയായിട്ട് വരികയായിരുന്നു. യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയത് ഈ അടുത്ത കുറച്ച് നാളുകളായിട്ടാ. ദയവ് ചെയ്ത് നീയായിട്ട് ഈ കുടുംബത്തിന്റെ താളം തെറ്റിക്കരുത്. ഇത് നിന്റെ ഏട്ടത്തിയമ്മയുടെ ഒരു അപേക്ഷ കൂടിയാ. നിനക്കെന്താ മറുപടി ഒന്നും ഇല്ലേ? അതോ മദ്യത്തിന്റെ മത്തിറങ്ങിയില്ലേ? ലക്ഷങ്ങളാ നിന്റെ മദ്യപാനം മൂലം തൊലഞ്ഞതെന്ന കാര്യം നീ സൗകര്യപൂർവ്വം അങ്ങ് മറന്നോ? നിന്നെ വിശ്വസിച്ച ഈ പെങ്കൊച്ച് രണ്ടാമത് ഇറങ്ങി വന്നത്. ഇതിനോട് നീ വീണ്ടും നെറികേട് കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാ ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. അച്ഛാ, എല്ലാവരും കൂടി മനോജിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ. അവന്റെ മനസ്സുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തു മനസ്സിലാക്കാൻ? ഒരു പെണ്ണിവിടെ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോഴാണോ ഇവൻ ഈ വൃത്തികേട് കാണിക്കുന്നത്? പ്രകാശ, നീ വെറുതെ മനോജിനെ ന്യായീകരിക്കാൻ നോക്കണ്ട. അമ്മേ, ഞാൻ അതല്ല പറയുന്നത്. മനോജ് ചിലപ്പോ വഴിയിൽ വെച്ച് അവന്റെ പഴയ ക്ലാസ്മേറ്റിനെയോ മറ്റോ കണ്ടു കാണും. അവരിവനെ നിർബന്ധിച്ചപ്പോ ചിലപ്പോ ഒരു കമ്പനിക്ക് ഇവൻ കുടിച്ചതാവും. അല്ലെങ്കിൽ ചിലപ്പോ ഇന്റർവ്യൂ പാസ്സാവാത്ത സങ്കടത്തില്. കൊള്ളാം. സങ്കടം വന്നാ അതിനുള്ള മരുന്ന് മദ്യമാണെന്നാണോ പ്രകാശിടം പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനും സുചിത്രയുടെയൊക്കെ അനുഭവിച്ച സങ്കടങ്ങളോ? സങ്കടം തീർക്കാൻ സുചിത്രയെടുത്ത് ഇതുപോലെ മദ്യപിച്ച് 4 കാല് വന്ന പ്രകാശേട്ടൻ അത് അംഗീകരിക്കോ? എന്താ വന്ദന ചോദിച്ചതിന് പ്രകാശേട്ടന് മറുപടി ഒന്നും പറയാനില്ലേ? അത് മദ്യപിച്ചത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ മനോജിനെ